ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഊർജ സുരക്ഷയുടെ കാര്യത്തിലാണ്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും ഊർജ പ്രതിസന്ധി നേരിടുന്നു, ഇന്ധനക്ഷാമം നേരിടുന്നു എന്നുള്ളൊരു വസ്തുത ലോകത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി ഈ യുദ്ധത്തിന്റെ പരിഹാരവും ഈ പറയുന്ന പ്രശ്നത്തിന്റെ പരിഹാരവും ഒരേപോലെ നടക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം കാത്തിരിപ്പുകൾക്ക് തീരെ സമയമില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള ഇന്ധനത്തിന്റെ ഏതാണ്ട് 80-90% നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയല്ലാണ്ട് വേറെ നിർവാഹമില്ല. അപ്പോൾ 2 മാസത്തെ കരുതൽ ശേഖരം മാത്രമുള്ള ഇന്ത്യക്ക് വളരെ ദ്രുതഗതിയിൽ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഏറ്റവും വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യക്ക് വരേണ്ട ഊർജ സ്രോതസ്സുകളുടെ അല്ലെങ്കിൽ എണ്ണ വിഭവങ്ങളുടെ ഏതാണ്ട് 40% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരേണ്ടത്. ആ ഹോർമൂസ് കടലിടുക്കിൽ പെട്ടുപോയ ഏതാണ്ട് 4 കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നന്ദാദേവി, ഒന്ന് ശിവാലിക്, പിന്നെ ലൈബീരിയൻ പതാക വാഹകരായിട്ടുള്ള 2 ടാങ്കറുകൾ കൂടി എത്തി. പിന്നെ ഒരു ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ടുവന്ന മറ്റൊരു ടാങ്കർ. അങ്ങനെ മൊത്തം 5 കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെ ഉണ്ട്. പക്ഷേ 21 ചരക്ക് കപ്പലുകൾ, ഇന്ത്യയിലേക്ക് എത്തേണ്ട 21 ചരക്ക് കപ്പലുകളും അതിലുള്ള 611 നാവികരും ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അത് ഈ 21 കപ്പലിൽ വലിയൊരു പങ്ക് എണ്ണയും അല്ലെങ്കിൽ LPG-യുമായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട കപ്പലുകൾ തന്നെയാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കുന്നത്. കാരണം ഈ കപ്പലുകൾ യഥാസമയം നമ്മുടെ തീരങ്ങളിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ രാജ്യം വലിയ രീതിയിലുള്ള ഒരു ഊർജ പ്രതിസന്ധി നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. ഇന്ത്യയുടെ നേവിയുടെ സുരക്ഷയിൽ ഇന്ത്യയിലേക്കുള്ള പാചകവാതകം കയറ്റിക്കൊണ്ടുവന്ന കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായിട്ടുള്ള വാർത്ത. ഇപ്പോ ഇന്ത്യൻ നേവിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ പടക്കപ്പലുകളെ ഈ ഹോർമൂസ് ഭാഗത്തേക്ക് വിന്യസിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതനുസരിച്ച് 6 ഇന്ത്യൻ പടക്കപ്പലുകൾ ഈ ഹോർമൂസ് ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അവിടെ ഇന്ത്യയിലേക്ക് വരേണ്ട ചരക്ക് കപ്പലുകൾക്ക് അകമ്പടി നൽകാനായിട്ട് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു. അതൊരു അന്താരാഷ്ട്ര കരാറിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലെല്ലാം തന്നെ കടൽ കൊള്ളക്കാരുടെ ഭീഷണി ഉള്ള സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള അന്താരാഷ്ട്ര സേനയുടെ ഭാഗമായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവി നേരത്തെ തന്നെ ചില തന്ത്രപ്രധാന മേഖലകളിൽ നിലയുറപ്പിച്ചിരുന്നു. ഇപ്പൊ ഇത് കൂടാതെയാണ് ഈ പ്രത്യേക അടിയന്തര സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൊത്തം 6 പടക്കപ്പലുകളെ ഈ മേഖലയിലേക്ക് വിന്യസിക്കാനായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ കപ്പലുകളുടെ സുരക്ഷാ കരുതലിൽ ഇന്ത്യയിലേക്കുള്ള ചരക്ക് കടത്ത് ഹോർമൂസ് വഴിയുള്ള അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകൾ എത്രയും വേഗം അവിടെ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന് തൽക്കാലം നമുക്ക് കരുതാം. ഈ കാര്യത്തിൽ ഇറാൻ എടുത്തിരിക്കുന്ന നിലപാടും അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇറാൻ പറയുന്നത് ഇന്ത്യയിലെ ജനസമൂഹം അത് ഇറാൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരാണ്. ഇറാനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വലിയൊരു ജനസമൂഹം ഇന്ത്യയിലുണ്ട്. അവർക്കുണ്ടാകുന്ന ഒരു ദുരിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയിലേക്കുള്ള ചരക്ക് കപ്പലുകളുടെ കാര്യത്തിൽ വലിയൊരു സൗമനസ്യം ഇപ്പോൾ കാട്ടിയിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയും സമാനമായ ഒരു സൗഹൃദ രീതിയിൽ ഇറാനെ ഇപ്പോൾ സമീപിക്കുകയാണ്. കാരണം അവിടെ യുദ്ധക്കെടുതി നേരിടുന്ന ഇറാനിലേക്ക് ആവശ്യമായ മരുന്നുകൾ ഇന്ത്യയിലെ ഇറാൻ എംബസി വഴി ഇന്ത്യ ഇപ്പോൾ കൈമാറി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഈ പുതിയ സാഹചര്യത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കാരണമാകും. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വലിയൊരു പരാതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് അത് സത്യസന്ധമാണ്. കാരണം അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും അതേപോലെ അവരുടെ സൈനിക മേധാവികൾ അല്ലെങ്കിൽ അവിടുത്തെ നിലവിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ അലി ലാർജാനി കൊല്ലപ്പെട്ട സംഭവത്തിലടക്കം ഇന്ത്യ ഇതുവരെ അപലപിക്കുകയോ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അക്കാര്യത്തിലൊക്കെ ഇറാന് വലിയ പ്രതിഷേധമുണ്ട്. ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഇന്ത്യക്ക് സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രീണിപ്പെടുത്തുന്നതിനോ പ്രകോപിപ്പിക്കുന്നതിനോ പര്യാപ്തമായ യാതൊരു പ്രതികരണവും തൽക്കാലം നടത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം.
അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. കാരണം അവരുടെ ഖാർഗ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രകൃതി നിക്ഷേപങ്ങളുള്ള അല്ലെങ്കിൽ എണ്ണ കിണറുകളുള്ള ആ ദ്വീപിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിന്റെ പ്രതികാരം എന്ന നിലയിൽ ഇറാൻ വ്യാപകമായി GCC രാജ്യങ്ങളിലുള്ള പല എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഖത്തർ, സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ എണ്ണ കിണറുകൾക്ക് നേരെ ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ധന പ്രതിസന്ധി കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിങ്ങൾ ഇനി ഇറാന് നേരെ, ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉടനടി നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഒരു പക്ഷേ നിലവിലുള്ള ഊർജ പ്രതിസന്ധിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വരുത്താൻ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു നടപടികളിലൂടെ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 21 കപ്പലുകളും അതിലുള്ള 611 ജീവനക്കാരുടെ ജീവനുമാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനം. കാരണം ഇന്ത്യയിലോട്ട് നേരത്തെ വന്ന നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകളിലെ ജീവനക്കാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം പല കപ്പൽ ജീവനക്കാരും തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ മിസൈലുകൾ ചീറിപ്പായുന്നത് കണ്ടതായും പല മിസൈലുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് വിടുന്നതും നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ ഈ കപ്പലുകളിൽ ഉള്ള ജീവനക്കാരുടെ ജീവന്റെ സുരക്ഷിതത്വം അതും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്ന മറ്റൊരു വാർത്തയ്ക്ക് കൂടി നമ്മളൊരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ ചില സൂചനകൾ വന്നു. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാനായിട്ടുള്ള അനുമതി നൽകിയത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായാണ് എന്ന് ചില വാർത്തകൾ വന്നു. അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ 3 ചരക്ക് കപ്പലുകൾ അത് ഇന്ത്യ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്തകൾ വന്നത്. അതൊന്ന് അസ്ഫാൽ സ്റ്റാർ, അൽ ജാഫ്സിയ, സ്റ്റെല്ലാർ റൂബി, ഈ കപ്പലുകൾ മുംബൈ തീരത്ത് ഇന്ത്യ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ. അതല്ല ഇറാന്റെ കപ്പലുകളാണെന്നും അപ്പോൾ ഹോർമൂസ് വഴി ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി വിട്ടാൽ മാത്രമേ ഈ കപ്പലുകളെ മോചിപ്പിക്കൂ എന്ന തരത്തിൽ ഇന്ത്യ നിലപാടെടുത്തു എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ 3 കപ്പലുകളും ഇറാന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു. ഇതെല്ലാം തന്നെ ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, വ്യാജ രേഖകൾ ചമച്ച് കള്ളക്കടത്തിന് സമാനമായി ചരക്ക് കടത്തുന്ന തരത്തിലുള്ള ഷാഡോ ഫ്ലീറ്റുകളുടെ ഭാഗമായിട്ടുള്ള കപ്പലുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഏതായാലും ഇതിന്റെ രേഖകൾ രേഖകളിലെ കൃത്രിമത്വത്തിന്റെ പേരിലാണ്, അതിൽ അവ്യക്തത ഉള്ളതിന്റെ പേരിലാണ് ഇന്ത്യയിലെ കോസ്റ്റ് ഗാർഡ് ഇവർക്കെതിരെ നടപടിയെടുത്ത ഈ കപ്പൽ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അതിന് നിലവിലെ ഈ സംഘർഷ അന്തരീക്ഷവുമായി ആ നടപടിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയിലെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്കും വലിയ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിലിന്റെ അല്ലെങ്കിൽ LPGയുടെ അടക്കം ഏറ്റവും 40% കടന്നു വരേണ്ടത് ഹോർമൂസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അതിന് ബദൽ മാർഗങ്ങൾ ഇപ്പോൾ അവലംബിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നടക്കം ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഏതായാലും വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും. യുദ്ധം അധിക നാൾ നീണ്ടുപോകില്ല എന്നൊരു പ്രതീതി, അതിന്റെ സൂചനകൾ ട്രംപ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, യുദ്ധമുഖത്ത് നിന്ന്, യുദ്ധമേഖലയിൽ നിന്ന് വലിയ കാലതാമസമില്ലാതെ ശുഭവാർത്തകൾ ഉണ്ടാകട്ടെ എന്ന് തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.